ഹലോ ഗൈസ്, അങ്ങനെ 3 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ആ ഒരു കൊച്ചു ഫാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. കാണുമ്പോൾ എല്ലാവർക്കും ചിരിയൊക്കെ വരും. കാര്യം സാരിയുടെ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ വലിച്ചിട്ടിരിക്കുന്നത്. വെയിലൊക്കെ അടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. അവിടെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ല. എന്നിട്ട് നമ്മൾ ഇറങ്ങിയ 3 ഇവിടെ കിടന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു കുട്ടി ഫാം. ഇവിടെ ഒരു 7 ടാങ്ക് വിട്ടിട്ടുണ്ട് ഗൈസ്. 9 ടാങ്കുണ്ട്. ഈ 2 ബക്കറ്റ് ഉൾപ്പെടെ. ഇത് ചെടി വെക്കുന്ന ബക്കറ്റാണ്. പിന്നെ ഇതിനകത്തൊന്നും നിലവിൽ മീനില്ല ഗൈസ്. ഇതിനകത്ത് നമ്മുടെ ഫുൾ ഗോൾഡ് കിടപ്പുണ്ട്. ഇതിനകത്ത് മീനൊന്നുമില്ല. ഇതിനകത്ത് ഫുൾ ബ്ലാക്ക് കിടപ്പുണ്ട്. ഇനി ഇപ്പറേ ഒരെണ്ണമുണ്ട് ഗൈസ്. അതായത് ഇതിൻ്റെ ഇപ്പറേ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരെണ്ണമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മീനൊന്നുമില്ല. അതിനകത്ത് ഗൈസ് നമ്മുടെ ഒരു റെഡ് കളർ ടെയിൽ വരുന്നൊരു ഫിഷാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ ഒരു ഫീമെയിൽ ബ്രീഡിങ്ങിനായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഗൈസ് നമ്മൾ ആ ഒരു ടാങ്കിനകത്ത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ബേബീസ് കിടപ്പുണ്ട്. അത് ഏതിൻ്റെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയതാണ് ചെറിയ ബേബീസ്. ഫുൾ ബ്ലാക്കിൻ്റെ ആയിരിക്കും അത്. പിന്നെ ഇതിനകത്ത് അത് കാലിയാണ് ഗൈസ്. അതിനകത്തൊന്നും ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ 2 ടാങ്കിനകത്ത് ഒന്നും കിടപ്പില്ല. ഇതിനകത്ത് നമ്മുടെ ഇന്നത്തെ റെഡ് ചില്ലി മ്യൂസിക് അങ്ങനെ എന്തോ പറഞ്ഞ പണ്ട് പേരൊക്കെ അറിയുന്നു. ഇപ്പോൾ അതെല്ലാം മറന്നു ഗൈസ്. ഇതിനകത്ത് നമ്മുടെ മറ്റേ കോയി ഒരു ക്യാപ്പൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഒരു ഫിഷില്ലേ, അതാണ് ഗപ്പിയുടെ തന്നെ. പിന്നെ അതിനകത്ത് എന്തോ മെറ്റൽ ബ്ലാക്കോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫിഷാണ്. അതിനകത്തൊരു പേര് കിടപ്പുണ്ട് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ മിക്സ്ഡ് ഗപ്പീസ് ടാങ്ക്. മിക്സ്ഡ് ഗപ്പിയാണ് ഇതിനകത്ത് മിക്സ്ഡ് ഗപ്പിയാണ്. നമ്മുടെ കുറച്ച് കവറായ ഇത് നമ്മുടെ മീൻ കൊടുക്കുന്ന വലയാണ് ഗൈസ്. മീൻ കോരുന്ന വല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തീറ്റി ഇതിനകത്ത് നമ്മുടെ മിക്സ്ഡ് ഗപ്പീസാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണ് ഗൈസ്. പണി കഴിഞ്ഞിട്ട് സാധനമെല്ലാം വിട്ടിരിക്കണം, എല്ലാം കൊണ്ട് വെക്കണം. പിന്നെ ഇവിടെ ഉള്ളത് ഇതിനകത്ത് നമ്മൾ ബേബീസിന് മൊത്തമായിട്ട് ഒരു 4 ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പടുത ഇറക്കും ഗൈസ് ഇറങ്ങിനകത്ത്. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പ്. ആ മൂല തൊട്ടുണ്ട് ഈ മൂല വരെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ അങ്ങ് അവിടെയാണ് വെച്ചിരുന്നത്. ആദ്യം നമ്മൾ ഇവിടെ വെച്ചു. ഇവിടെ നമ്മൾ ആ കാണുന്ന ഷെഡില്ലേ അതിനകത്ത് കൊണ്ടുപോയി. അവിടുന്ന് നമ്മൾ അടുക്കളയുടെ അവിടെ കൊണ്ടുപോയി. അവിടുന്ന് നമ്മൾ തിരിച്ച് ഈ വണ്ടിക്കതെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും ടാങ്കിൻ്റെ വെള്ളം മാറി. രാവിലെ എനിക്കൊന്ന് ഒരു 9 മണിയല്ല 9 മണിയായപ്പോൾ തുടങ്ങിയത്. 9 മണിയായപ്പോൾ നമ്മൾ പുറത്തോട്ടിറങ്ങിയതാണ് ഗൈസ്. ഇപ്പോൾ സമയം 1:45. ഇത്രയും നേരം നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. ഒരു വക കഴിച്ചില്ല ഗൈസ്. രാവിലെ 2 ചപ്പാത്തി കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി ഗൈസ്. ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഇത്രയും ചെയ്ത് അത് തന്നെ വലിയ കാര്യമാണ് ഗൈസ്. നമ്മൾ അവിടം തൊട്ട് ഇവിടം വരെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലെ പുതിയ അപ്ഡേറ്റ്സൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ടാറ്റ, ബൈ.